അതെ, അമ്മയ്ക്ക് മധുരം കഴിക്കണം. ഗുലാബ് ജാമുൻ പോലത്തെ എന്തെങ്കിലും കഴിക്കണം. എന്താ ചെയ്യാ? അമ്മയ്ക്ക് കഴിക്കാൻ പറ്റിയൊരു മധുരം എനിക്ക് കൊടുക്കാൻ ഒരു പ്രായങ്കായാലോ. ശരിക്കുള്ള മധുര അല്ല, പറ്റിക്കുന്നേ. പറ്റിച്ചില്ല. പോവാ. ഇപ്പൊ ഒരു സെക്കൻഡ്, ഇത് മതി. ഇതാണ് സാധനം. ഓ, ഇതെന്തോ ഇലയല്ലേ? ഒരു കഷ്ണം കഴിച്ചോക്ക്. വേണ്ട, എന്റെ അടുത്ത് നടക്കൂല. നിനക്കല്ലേ മധുരം കഴിക്കാൻ പറഞ്ഞേ? ഈ ഒരു സാധനം കഴിച്ചാൽ ഇന്ന് മുഴുവൻ നിന്റെ വായി മധുരിക്കും. കുറച്ച് കയ്പ് വായിലുണ്ടെങ്കിലും അതിൽ ഒരു സങ്കടവും വേണ്ട. വൈറസിനെതിരെ, ബാക്ടീരിയക്കെതിരെ ഏറ്റവും നല്ല ഔഷധമാണ് ഇപ്പൊ ഞാൻ തന്നത്. അത് ഇതുവരെ നമ്മൾ ഈ സാധനം ഇവിടെ കണ്ടിട്ടില്ല. നമ്മുടെ മുറ്റത്തുണ്ട്. ആ, ഇതാണ് കിരിയാത്ത് അഥവാ നിലവേട്ട്. നമ്മുടെ അവിടെ തൊടിയിലൊക്കെ ധാരാളമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളമാകെ പനിച്ചു വരച്ച് കഴിയാണ്. ഇപ്പോൾ മഴ തുടങ്ങുമ്പോൾ മാത്രമേ മുമ്പൊക്കെ പനി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് ശേഷവും മഴയുടെ അവസാനത്തിലുമെല്ലാം നമുക്ക് പനിയാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരം പനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പ്രായഭേദമന്യേ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയെ നമുക്ക് നാടൻ ഔഷധങ്ങൾ കൊണ്ട്, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഔഷധങ്ങൾ കൊണ്ട് പരിഹരിക്കാം. കുട്ടികൾക്കുണ്ടാവുന്ന കരൾ വീക്കത്തിന് കിരിയാത്ത് സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ സമം തേനും ചേർത്ത് രാവിലെയും വൈകിട്ടും കൊടുത്തു കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട് കുട്ടികളുടെ കരൾ വീക്കം പൂർണ്ണമായി ശമിക്കും. നിലവേപ്പ്, കടുക് രോഹിണി, ആടലോടകം ഇവ തുല്യമായി എടുത്തിട്ട് കഷായം വെച്ച് കഴിച്ചാൽ ഈ ചുമയോട് കൂടിയ, ശക്തിയായ ചുമയോട് കൂടിയ പനി അവസാനിക്കും. മാത്രമല്ല, പനിക്ക് ശേഷം തുടർന്ന് കുറേ കാലം സഹിച്ച് കഴിയേണ്ടുന്ന ചുമയെ നേരിടാനും ഈ ഒറ്റ ഔഷധം മതിയാകും. ഈ ആമവാദം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിലവേപ്പ്, ചുക്ക്, ചിറ്റരത്ത ചേർത്തിട്ട് കഷായം വെച്ച് കഴിച്ചാൽ വളരെ വേഗത്തിൽ ആശ്വാസം കിട്ടും. നിലവേപ്പ്, ത്രിഫല, അതായത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക, മുന്തിരിക്ക ചേർത്ത് നമ്മൾ സ്ഥിരമായിട്ട് ശീലിച്ചാൽ, അല്ലെങ്കിൽ കഷായം വെച്ച് ശീലിച്ചാൽ മഞ്ഞപ്പിത്തം കൊണ്ട് ഉണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകളെല്ലാം, മഞ്ഞപ്പിത്തവും ശമിക്കും. അതുമൂലം കുറേ കാലത്തേക്ക് നമുക്കുണ്ടാകുന്ന ക്ഷീണം, കരളിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ശമിക്കുന്ന വളരെ ദിവ്യമായ ഒരു ഔഷധമാണ്. വളരെയധികം കയ്പുള്ള ഒരു ചെടിയാണ് ഇതെങ്കിലും നമ്മുടെ ജീവിതത്തിന് മധുരം പകരാൻ ഈ ചെടിക്ക് അപാര സിദ്ധിയുണ്ട്. ആ ചെടിയെ നമ്മളെപ്പോഴും വണങ്ങേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ചെടിയുമായി.